ഹായ് ഹലോ എല്ലാവർക്കും ഒരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂമിക്കുട്ട ഇങ്ങോട്ട് നോക്കിയേ അമ്മയെ നോക്കിയേ. അമ്മേ ഇന്ന് അച്ഛയുടെ അടുത്ത് വരെ ഒന്ന് പോവേ. പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വരും. പൊന്നെ ഇവിടെ ഗുഡ് ബോയ് ആയിട്ടിരിക്കുമോ? ആരോടാ എടാ ഇവിടെ നോക്കടാ. ഭൂമിക്കുട്ട ഗുഡ് ബോയ് ആയിട്ടിരിച്ചനെ. പിരിക്കുട്ടിനെ വക്കൊന്നും ഉണ്ടാക്കല്ലേ. ഉണ്ടാക്കിയ നല്ല മോനെ കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ 2 ദിവസം മുന്നേ മുതൽ പിത്തിക്കുട്ടനോട് പറഞ്ഞ് ഏകദേശം പിത്തിക്കുട്ടനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വിസ ക്യാൻസലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ദുബായിൽ പോയി എൻട്രി ചെയ്തിട്ട് തിരിച്ചു വരാനായി വേണ്ടിയിട്ടൊരു 2 ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് ഉള്ള ദിവസമാണ്. അതിന് വേണ്ടിയിട്ട് മാമച്ചി വന്നിട്ടുണ്ട്, അപ്പൂപ്പ വന്നിട്ടുണ്ട്, അമ്മച്ചി വന്നിട്ടുണ്ട്, ഇവിടെ അച്ചാമ്മയുണ്ട്, അപ്പൂപ്പയുണ്ട്. അങ്ങനെ എല്ലാവരെയും കൂടി 2 പേരെ ഏൽപ്പിച്ചിട്ട് 2 ദിവസത്തേക്ക് പോയിട്ട് വരാമെന്ന് ഓർത്തു. അങ്ങനെ പോകാനെ കൊണ്ട് വണ്ടിയൊക്കെ എടുത്തൊന്ന് പൊടി തട്ടിയിടാനെ കൊണ്ട് വെളിയിലിട്ടപ്പോഴത്തേനെ 2 പേരും ഉറങ്ങാതെ കയറി അതിനകത്തിരിക്കാം. കാച്ചിലും ചേനും അപ്പൂപ്പ കരയും പാട്ടും കേട്ട് പിത്തിക്കുട്ടൻ ഇറങ്ങിയാലും ഭൂമിക്കുട്ടൻ അമ്മ വിളിച്ച് അവസാനം ഞാൻ തന്നെ ഉറക്കേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം 10:30 പിന്നെ കഴിച്ച് റെഡിയായി ഇറങ്ങാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിടന്ന് എന്തായാലും ലേറ്റ് ആകാതെ തന്നെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ വെളുപ്പിനെയുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു. ബോർഡിങ്ങൊക്കെ കിട്ടി, ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി വന്നിരുന്നപ്പോഴാണ് 2 മണിക്കൂർ ലേറ്റ്. പിന്നെ 5:10 ഫ്ലൈറ്റ് 7 മണി വരെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് എന്തായാലും അവസാനം ഫ്ലൈറ്റൊക്കെ പിന്നീട് ലേറ്റ് ആയില്ല, 7 മണിക്ക് കയറി. نرجو من حضراتكم الانتباه بينما يقوم أفراد الطاقم بشرح إجراءات السلامة والطوارئ. الكرام أسعد الله أوقاتكم بكل خير. اسمي فاطمة ويرافقني اليوم كل المشرف الطاقم زكريا. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നത് കൊണ്ട് മിക്കവാറും രാത്രിയുള്ള ഫ്ലൈറ്റ് ആയിരിക്കും എടുക്കുന്നത്, ഇല്ലെങ്കിൽ വെളുപ്പിനെ ഉള്ളതായിരിക്കും. അപ്പോൾ ഈ വെട്ടമുള്ള സമയത്ത് വരൽ തീരെ കുറവാണ്. അതുകൊണ്ട് വെട്ടം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് ഇതായിരുന്നു. അങ്ങനെ ഇവിടുന്ന് പൊങ്ങി അവിടെ കാണാനായി. നല്ല രസമല്ലേ മേളിൽ നിന്ന് കാണുമ്പോഴത്തേന്. ഇവിടുന്ന് പൊങ്ങുമ്പോഴത്തേനും ഫുള്ള് പച്ചപ്പും ഹരിതാഭയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഫുള്ള് മണലും കടലും ഒക്കെ ആയിട്ട്, പക്ഷെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. കാറിലിരുന്ന് നല്ലോണം ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഗട്ടറിൽ വീഴും, അപ്പോൾ പിന്നെ എണീക്കും, അങ്ങനെയൊക്കെ ആയിരുന്നുണ്ട്. പിന്നെ വെളുപ്പിനെ ആയില്ലേ ഫ്ലൈറ്റ് എടുത്തപ്പോൾ. അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കയറിയതേ ഞാൻ കുറച്ചുറങ്ങി. പിന്നെ പെടലിയൊക്കെ വേദന എടുക്കുന്നതുകൊണ്ട് പിന്നെ എണീറ്റ് പിന്നെയും കിടന്ന് അങ്ങനെയൊക്കെ എന്തായാലും നമ്മളങ്ങ് എത്തി. ഇപ്പം ഞാൻ അബുദാബിയിലോട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ മണലിൽ നിന്നുള്ളതൊക്കെ കഴിഞ്ഞ് കെട്ടിടങ്ങളും വണ്ടികളും ഒക്കെ ചെറുതായിട്ട് കാണാൻ തുടങ്ങി. ഇനിയൊരു 10-20 മിനിറ്റ് എന്തോന്ന് പറയുന്നുണ്ടായിരുന്നുള്ളൂ ലാൻഡിങ്ങിന്. അപ്പം അത്ര തന്നെ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അത് ലാൻഡ് ചെയ്യാറായി എന്ന് തോന്നുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാതെ ലാൻഡ് ചെയ്തു. എൻ്റെ കൂടെ ഇരുന്ന് അതിൻ്റെ പേര് മറന്നുപോയി. അത് ആദ്യമായിട്ടാണ് തന്നെ വരുന്നത്. അപ്പോൾ പുറത്ത് ഹസ്ബൻഡ് കാണും, എങ്കിലും ഇറങ്ങാനും മൊത്തത്തിലൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ 1-2 വട്ടം തന്നെ വന്നിട്ടുള്ളതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇറങ്ങി. പെട്ടെന്ന് തന്നെ അത്യാവശ്യം നല്ല നടക്കാനുണ്ടല്ലോ, അപ്പം നടന്ന്
അങ്ങ് എത്തി. എൻ്റെ കയ്യിലുള്ള കാർഡ് വർക്കാവുമെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും കാർഡ് വർക്കായി. അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ ബത്തൂത്തയിലോട്ട് ബസ്സുണ്ടല്ലോ, അപ്പോൾ ബസ്സിൽ കയറി ഇങ്ങനെ പോവാണ്. ഇനി 1 മണിക്കൂർ ബസ്സിൽ. അപ്പോൾ ഈ പോകുന്ന സമയത്തൊക്കെ ഉറക്കം വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉറക്കം വരുന്നില്ല. ഇങ്ങനെ ഒത്തിരി നാളുകൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒത്തിരി നാളായിട്ടായതുകൊണ്ട് സത്യത്തിൽ ഒരു രസമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ പോകാൻ. ഞാൻ ഇടയ്ക്ക് അണ്ണാനോട് പറഞ്ഞിട്ടുണ്ട്, ഇവന്മാർ ഇച്ചിരി വലുതായിട്ട് വേണം എനിക്ക് ഇവരെ അണ്ണാനെ ഏൽപ്പിച്ചിട്ട് സോളോ ട്രിപ്പൊക്കെ പോകാനെന്ന്. അപ്പോൾ ഇന്ന് ഇങ്ങനെ പോയപ്പോൾ ചെറിയൊരു സോളോ ട്രിപ്പിൻ്റെ ഫീലൊക്കെ കിട്ടി. കൊള്ളാം, രസമുണ്ട്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുമായിരുന്നു, ഞാൻ എന്തിനാ ഇത്രയും റോഡിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ചതെന്ന്. പിന്നീട് ഓർത്തപ്പോൾ ദുബായ്, ഷാർജ മാത്രമാണ് ഞാൻ കൂടുതലും യാത്ര ചെയ്തിട്ടുള്ളത്. അബുദാബി 1-2 വട്ടമേ വന്നു പോയിട്ടുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ അബുദാബി കുറച്ചും കൂടി സൈലൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തെൻ്റെ ധരണി ബയ്യ ഏരിയയുടെ കളക്ഷൻസാണ്. എൻ്റെ ധരണി ബയ്യ ഏരിയയുടെ കമ്മൽ, മാല, ഡ്രസ്സ്, വള, അങ്ങനെ മൊത്തത്തിൽ ഒരു ധരണി ബൈ ആര്യയായിരുന്നു പോയപ്പോൾ ഇട്ടിരുന്നത് മൊത്തം. അങ്ങനെ ബത്തൂത്ത എത്തിയിട്ട് ഇനി ടാക്സി സ്റ്റാൻഡ് എവിടെ ആയിരിക്കും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ബസ് ഇറങ്ങുന്നതിൻ്റെ ഇപ്പുറത്ത് തന്നെ ടാക്സി കിടപ്പുണ്ടായിരുന്നു. ഹിന്ദി മാത്രം അറിയാവുന്ന ഡ്രൈവർമാർ വല്ലതും ആണെങ്കിൽ പെട്ടുപോകല്ലോ എന്ന് ഓർത്തായിരുന്നെങ്കിലും, പക്ഷേ നല്ലൊരു ചേട്ടനായിരുന്നു ടാക്സീൻ്റേത്. പുള്ളി കറക്റ്റായിട്ട് എന്നെ എത്തിച്ചു. നല്ല കാര്യം പറയുന്ന കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ ഹിന്ദി മിക്സ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ചേട്ടൻ്റെ കാര്യം പറച്ചിലൊക്കെ കേട്ട് അങ്ങെത്തി. ഇതിപ്പോൾ ഞാൻ അണ്ണാനൻ്റെ ഓഫീസിലോട്ടാണ് പോകുന്നത്. ബത്തൂത്തയിൽ ഇറങ്ങി അവിടുന്ന് ടാക്സി എടുത്ത് അണ്ണാനൻ്റെ ഓഫീസിലോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ അതാ നിൽക്കുന്നു അണ്ണാനൻ. അതെ അതെ, അമ്മച്ചിയും അപ്പൂപ്പൻ ഭയങ്കര ഡിമാൻഡ് ഇന്നലെ മുതൽ. ഇനി അടുത്ത് അവിടുന്ന് വിജയ് ചേട്ടൻ്റെ റൂമിലോട്ട് ചേട്ടനും അണ്ണാനും കൂടി എന്നെ കൊണ്ടുപോയി റൂമിലാക്കിയിട്ട് പോന്നു. ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ കഴിച്ചതാണ്. പിന്നെ ഫ്ലൈറ്റിൽ കയറിയത് ഞാൻ ഉറങ്ങിയായിരുന്നു. ഫുഡ് വന്നത് പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്തായാലും നല്ല വിശക്കുന്നുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ചിപ്സും ഒക്കെ എടുത്ത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലിപ്പ് വായിലുണ്ടായിരുന്നുകൊണ്ട് ഊരിയിട്ട് കഴിക്കാനൊന്നും മെനക്കെട്ടില്ല. എന്തായാലും ചെന്നപ്പോൾ അണ്ണാണം പോകുന്നതിന് മുന്നേ എനിക്കൊരു നാരങ്ങ വെള്ളമൊക്കെ ആക്കി തന്നിട്ട് പോയി. ചേച്ചി നല്ല ചിക്കനും വെജീസും റൈസും ഒക്കെ കൂടിയിട്ട് എന്തോ ഒരു വിഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കഴിച്ചിട്ട് ഞാൻ കുളിക്കുക പോലും ചെയ്യാതെ കിടന്ന് ഒറ്റ ഉറക്കം ഉറങ്ങി 2 മണിക്കൂർ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അണ്ണാണ്ണും പാർച്ചേച്ചിയും കൂടി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വിളിച്ചു. അല്ലേ, എന്തോ ചോദിക്കുമെന്ന് നോക്കാവേ. പിതികൂടെ നിന്നോട് എന്തെങ്കിലും ചോദിക്കുമെന്ന് നോക്കാം. പിതികുട്ട എന്തൊക്കെ പൊന്നെ, അമ്മ ഇപ്പൊ വരും. പൊന്നിന് സാധനം വെക്കണ്ടേ, കാറ് മേടിക്കണ്ടേ? എന്ത് കപ്പാട്ടം വേച്ചണ്ടേ? കപ്പാട്ടം വേച്ചോണ്ട് ഇപ്പൊ വരാം കേട്ടോ. വേച്ചോണ്ട് വരാം, ഇപ്പൊ വേച്ചോണ്ട് വരാം. പൊന്നിന് വേച്ച ഏത് കളറാ വേണ്ടേ? ആ ആ ആ ആ ആ എല്ലാം വെച്ചോണ്ട് വരാമേ. ഭൂമി പൊന്നെന്തിയേ? ഭൂമിക്കുട്ടൻ അലമ്പുണ്ടാക്കുക കണ്ടാല്. എന്താണ്ട് മാമച്ചി അവിടെ ഉടായ്പ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. വെച്ചോണ്ട് വരാവേ.
ബുക്കും മേടിക്കാം. ആ നല്ല മോനാണോ? നല്ല മോനാണോ പിറ്റുകുട്ട? വക്കുണ്ടാക്കിയോ ആരേലും? നല്ല മോനാണോ? ചക്കരയാണേ. ഭൂമി പൊന്നെ എന്തിയേ? അത് കഴിഞ്ഞ് ഭൂമിക്കുട്ടൻ വന്നില്ല. ഭൂമിക്കുട്ടൻ ടി വി പാട്ട് കാണുമായിരുന്നു. അതിനിടയ്ക്ക് നടന്നു വന്നപ്പോൾ കാലിൽ എന്തുകൊണ്ട് കൊള്ളുകയും ചെയ്ത് കരഞ്ഞുകൊണ്ട് ഓടുകയും ചെയ്തു. എന്തായാലും അത് കഴിഞ്ഞ് അങ്ങോട്ട് പിറ്റിക്കുട്ടൻ ഫോണ് വെക്കാതെ ഇതും കൊണ്ടങ്ങ് നടക്കുമായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് കട്ട് ചെയ്തു. അതുകൊണ്ട് ഇനി ഭൂമിക്ക് കണ്ട കുറച്ചുകൂടി വിഷയമായാലോ എന്നോർത്ത് ഭൂമിക്കുട്ടിനെ പിന്നെ കാണിക്കണ്ടെന്ന് ഓർത്തു. പിന്നെ 2 ദിവസവും വിളിച്ചില്ല. കാണുമ്പോഴൊരു ഓർമ്മ വന്നിട്ട് ഒരു സങ്കടം വേണ്ടല്ലോ എന്നോർത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും വന്നു. വിജയ് ചേട്ടൻ വന്നു. പിന്നെ അവിടെയുള്ള കുറച്ച് പേര് കൂട്ടുകാരൊക്കെ വന്നു. കാര്യമൊക്കെ പറഞ്ഞിരുന്ന് രാത്രി വരെ അവിടെ ഇരുന്നപ്പോൾ പിന്നെ നമ്മൾ കഴിക്കാൻ പുറത്ത് പോകാൻ നോർത്തു. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. കരാമ ആയിരുന്നു. കരാമയിൽ ഏതോ ഒരു റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങളങ്ങനെ കരാമയൊന്നും അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നോർമലി അങ്ങോട്ട് പോകാൻ നല്ല തിരക്ക് കാണും. ഇന്നെന്തോ പോയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. എങ്കിലും തിരക്കിനിടയിലും ഒത്തിരി ട്രാഫിക്കിലൊന്നും ഇവരെയും കൊണ്ട് നമ്മളങ്ങനെ പോയിട്ടില്ല. അവർക്കൊരു ബുദ്ധിമുട്ടാകുമല്ലോ എന്നോർത്ത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് ഇതുവഴി ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. ആ കാര്യമൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ പോയി. ഇനി അങ്ങനെ എപ്പോഴും വരാവുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ട് എനിക്ക് രസമായിട്ട് തോന്നുന്ന സ്ഥലങ്ങളൊക്കെ വീഡിയോ എടുത്ത് വയ്ക്കുന്നുണ്ട്. രാത്രി കൂടി ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ കുറേ കാണാൻ. അപ്പോൾ വന്ന വാക്കിന് ഞാൻ കിട്ടുന്ന ക്ലിപ്പിങ്സൊക്കെ എടുത്തിട്ടുണ്ട്. അതാണ് ചുമ്മാ റാൻഡമായിട്ട് കുറേ ക്ലിപ്പിങ്സ് ഇതിനകത്ത് കയറി വരുന്നത്. ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു സ്ലീവ്ലെസ് ഡ്രസ്സ് നാട്ടിലിടാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ടു. അങ്ങനെ അധികം ട്രാഫിക്കായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ അങ്ങെത്തി. എന്തായാലും ഭാഗ്യത്തിന് കടയുടെ അടുത്ത് പാർക്കിംഗ് ഒന്നും കാണാതിരുന്നപ്പോൾ ഓർത്തു പെട്ടു. എന്തായാലും കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ തന്നെ ഒരു പാർക്കിങ്ങും കിട്ടി. ഞങ്ങൾ ആദ്യം ചെന്ന്. എന്നിട്ട് അവർ വരുന്നിടം വരെ അവിടെ ഇങ്ങനെ നിൽക്കുക. കീർത്തി റെസ്റ്റോറൻറ്റ് കരാമ, അതാണ് നമ്മൾ പോയ കട. എന്തായാലും വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വന്നു കഴിഞ്ഞിട്ടുള്ള കഴിക്കുന്ന വീഡിയോ അങ്ങനെയൊന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നല്ല ലേറ്റായി. പോകുന്ന വഴിക്ക് ദുബായ് ഫ്രെയിമിൻ്റെ ഒരു ക്ലിപ്പും കിട്ടി. എനിക്ക് ആ സ്ഥലം ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ എത്തുന്നതിന് മുന്നേ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലോട്ട് ഇപ്പോഴാണ് പോകുന്നത്. റൂമിലോട്ട് പോകുന്ന സമയത്ത് ഷാർജയിലോട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു 12 മണി എന്തൊക്കെ കഴിഞ്ഞു നമ്മൾ റൂമിൽ എത്തിയപ്പോൾ. അങ്ങനെ അത്യാവശ്യം ഒരു നല്ല ട്രാഫിക്കൊക്കെ കിട്ടി. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു സമയമായി. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കുറേ തെമു ഐറ്റംസ് വന്നിരിപ്പുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ തെമു ആൾക്കാരല്ല. ആദ്യം ഒരു വട്ടം എന്തോ വാങ്ങി, എന്തോ പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ നമ്മൾ വാങ്ങിയിട്ടേ ഇല്ല. എന്നോട് എല്ലാവരും ചോദിക്കും, കാണുന്ന എല്ലാവരും ചോദിക്കും എന്താ വണ്ണം വെക്കാത്തതിന്. പക്ഷെ അല്ല, ഞാൻ വണ്ണം വെക്കുന്നു. ഇതെങ്ങനെ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ എൻ്റെ പണ്ടത്തെ ജീൻസൊന്നും എനിക്ക് ചേരുന്നില്ല. അത് നാട്ടിലോട്ട് ചെന്ന സമയത്തെ എൻ്റെ പഴയ ഉണ്ടായിരുന്നതൊന്നും എനിക്കങ്ങോട്ട് നല്ല ടൈറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിലധികം എങ്ങോട്ടും പോകുന്നില്ലാത്തതുകൊണ്ട് ഞാൻ
വാങ്ങിയില്ല. അപ്പോൾ ചെന്ന സമയത്തേക്ക് അണ്ണാനൊരു 3-4 ജീൻസൊക്കെ എനിക്ക് എടുത്ത് വെച്ചിരുന്നു. അതൊക്കെ ഒന്ന് ചെന്നപ്പോഴേ ഇട്ട് നോക്കി, റിട്ടേൺ ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട്. എന്തായാലും എല്ലാം സെറ്റായിരുന്നു, എല്ലാം പരുവായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, കേടാന്ന്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ബാക്കി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇടാമെന്ന് ഓർത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുട്ടി വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്